അപ്പോൾ ആശാമാര് ദിക്ക് നോക്കി വെച്ചുകൊണ്ട് ക്ലോസറ്റ് നടുക്കായി പോയിട്ടോ ബാത്റൂമിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മുടെ ഷവർ പാർട്ടീഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡോറ് തിരിഞ്ഞാണ്ടിരിക്കണത്. അപ്പോൾ ഏറ്റവും ഗ്രിപ്പാണ്ടാവും നമ്മൾ ഡ്രില്ലെടുത്തിട്ട് തിരികേണ്ടത്. അടിപൊളി പഠിക്കാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിടയൊക്കെ മുതലാളിക്ക് വാക്കുകൾ കിട്ടിയില്ല കേട്ടോ നമ്മളൊക്കെ വർണ്ണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചോറ് നിന്നപ്പോൾ പുള്ളി വന്ന് പറഞ്ഞിട്ടോ നമ്മൾ അടിപൊളി പണിക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഷവർ പാർട്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. അപ്പോൾ ക്ലോസറ്റിൻ്റെ തപ്പലത്തും തിപ്പലത്തുമായിട്ട് സ്ക്രൂ തിരിക്കണേ. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രൂ വേണ്ട തിരിവണ്. 3 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വീതിയുള്ള റെക്ടാങ്കിൾ പൈപ്പാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പൈപ്പിൽ ഹോൾ ഇട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ടൈൽ പിടിപ്പിച്ചേക്കണ ഭിത്തിയിൽ തപ്പുറത്തും തിപ്പുറത്തും ഒരേ ഹോൾ ഇടണം. അതായത് 8 വിറ്റിട്ടാണ് അടിക്കണത്. 8 ഗ്രിപ്പ് തന്നെ അടിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മളെ പെട്ടിക്കകത്തുണ്ടായിരുന്ന ഒരു ഫിറ്റിങ്സ് ഉണ്ട്. അതായത് നമ്മളെ എൻഡിൽ തന്നെ പീസ് പിടിപ്പിക്കാനാണ്. അത് നമ്മൾ പൈപ്പിന് ഒരു കപ്പ് പോലെ കിടക്കുന്നത്. അത് നമ്മളെ എൽക്കി പോലത്തെ സിസ്റ്റം ഉണ്ടാകും. അപ്പോൾ ഒരു ചോക്ലേറ്റ് പെട്ടി പോലെയുണ്ട് ഈ ഷവർ പാർട്ടീഷൻ്റെ എല്ലാ സംഭവവും വന്നത്. അതായത് ഒരു ചോക്ലേറ്റ് പെട്ടിയിൽ കംപ്ലീറ്റ് സാധനങ്ങൾ, അതായത് ഷവർ പാർട്ടീഷൻ പിടിപ്പിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരേ പെട്ടിക്കാണ്ട കാശി. അതായത് ഇതിൻ്റെ ഒരു പെട്ടിക്ക് 3500 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പൈപ്പിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് ആ പെട്ടിക്കകത്ത് തന്നെ ഫിറ്റിങ്സ് ഉണ്ടാവും. ഇതേപോലെ നമ്മൾ തുളച്ചിട്ട് അങ്ങോട്ട് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. അതെല്ലാം ഫിറ്റിങ്സാണ്. ഒരു കുഞ്ഞിക്കനെ എൽക്കെടുത്ത് കറക്കി തിരിക്കാം. അപ്പോൾ നമുക്കൊരു ഷവർ പാർട്ടീഷൻ്റെ കുഞ്ഞിക്കൻ പെട്ടിപ്പാക്കരുതാണ്ട. അപ്പോൾ ഈ കുഞ്ഞി പെട്ടിയിൽ തന്നെ സാധനങ്ങളുണ്ടെങ്കിൽ ആരുടെ കണ്ണുകളിൽ പോകട്ടെ. അതായത് ഇത് ടോപ്പിൽ തന്നെ വീലാണ്ടത്. അതായത് എല്ലാം ഒറിജിനൽ SS ആണ്. അപ്പോൾ മുകളിൽ നമ്മൾ പിടിപ്പിച്ച വീലെന്ന് പറഞ്ഞാൽ അത് കിടന്ന് ഓടണ വീലാണ്ടോ. അതാണ് നമ്മുടെ പൈപ്പിൽ കിടന്ന് ഓടണത്. അതേപോലെ അടി പിടിപ്പിക്കുന്ന വീലാണ് നമ്മൾ ലോക്ക് ചെയ്യണത്. പൈപ്പിൻ്റെ അടിയിൽ ലോക്ക് ചെയ്യണത്. ഇത് നമ്മുടെ ഹാൻഡിലാണ്. വീല് നല്ല സ്മൂത്ത് വീലാണ്ട്. അതേപോലെ സൗണ്ടാക്കി ഉണ്ടാവുന്നില്ല. അതായത് നല്ല ഊളാമ്പിച്ചേർന്ന് ഓടിക്കോളും. അപ്പോൾ ആശാമാർ നമ്മൾ സൂര്യൻ കിഴക്ക് വെള്ളം കയറാൻ പോയി, നമ്മൾ പടിഞ്ഞാറോട്ട് പോയി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ.